വാനിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിന് 3 ഭാഗമാണ് യേശു ക്രിസ്തു വിഭജിച്ചു കൊടുത്തത്. ഒന്ന്, നീ കണ്ട അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിപുലമായ ഒരു ദർശനമാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. 2ാമത്തെ ഭാഗം ഇപ്പോഴുള്ളത് എന്ന് പറയുന്ന സഭയുടെ കാര്യമാണ്. അതിനെ പഠനത്തിന് സഹായിക്കുന്ന ഒരു ചെറിയൊരു സ്ട്രക്ചർ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിൻ്റെ വിശദീകരണത്തിലേക്കും നമ്മൾ പോയില്ല. കാരണം നമ്മൾ ഒത്തിരി വിശദമായ പഠനമല്ല നടത്തുന്നത്, അതിനുള്ള നേരം നമുക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഒരു കൈൻഡ് ഓഫ് സർവേ എന്നിട്ട് ചില ഭാഗങ്ങളൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഭാഗങ്ങളൊന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് സഭകളോടുള്ള ദൂത് നമ്മൾ തന്നെ അതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. നമ്മൾ പറഞ്ഞു 7 ഭാഗങ്ങൾ എല്ലാ ദൂതിനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 1ാമത്തെ കാര്യം, ഓരോ സഭയിലും യേശുക്രിസ്തു ഓരോ തരത്തിലാണ് വരുന്നത്. എല്ലാ സഭയിലും വരുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കി പരിശോധിച്ച് അവരെ അഭിനന്ദിക്കാനും തിരുത്താനും ഓരോ സഭയിലും വരും. വന്ന അവിടെ പറയുന്ന ആദ്യത്തെ പ്രയോഗം ഐ നോ, ഞാൻ അറിയും. അതിന്റെ ആദ്യത്തെ ഭാഗം അറിയുന്നതിന്റെ 1ാമത്തെ കാര്യം അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്, അഭിനന്ദനമാണ്. അത് കഴിഞ്ഞാലുടൻ അവരുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കും. ആ പരിഹാരം അനുസരിച്ചാൽ അവർ ജയിക്കും. ജയിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് അടുത്ത കാര്യം. അവസാനം പറഞ്ഞിരിക്കുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആത്മാവിന്റെ ദൂതാണ്. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിന്റെ സഭ ജയിക്കുന്ന ഒരു കൂട്ടമാണ്. തോൽക്കുന്ന ഒരു പ്രതിഭാസം അതിനകത്ത് ഇല്ല. തോക്കുന്ന ഒരു കൂട്ടർ യേശുക്രിസ്തുവിന് ചേരുകയില്ല. തന്നെയല്ല, നമ്മള് ഈ വെളിപ്പാട് പുസ്തകത്തില് സഭയെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല പലയിടത്തുമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാന്തം എന്ന വാക്കാണ്. ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഒടുവിൽ കാണിക്കുന്ന ചിത്രം അതാണ്. വരിക കുഞ്ഞാട്ടിന്റെ കാന്തയായ മണവാട്ടി കാണിച്ചു. കല്യാണ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ശ്രദ്ധയില്ലാതെ കല്യാണത്തിന് സാധാരണ പ്രവേശിക്കാറില്ല. ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് പ്രവേശിക്കുന്നത്, അങ്ങനെ പ്രവേശിക്കേണ്ടത് കല്യാണത്തിലാണ്. കല്യാണത്തിൽ തെരഞ്ഞെടുത്തെങ്കിൽ പിന്നെ എല്ലാം തെറ്റി. അത്രയ്ക്ക് പ്രധാനമാണ് ഈ കല്യാണത്തിൽ തെരഞ്ഞെടുപ്പ്. അപ്പോഴ് കാന്തയെ തിരഞ്ഞെടുക്കുന്നത് അവരവർക്ക് ചേരുന്ന കാന്തയാണ് തിരഞ്ഞെടുക്കുന്നത്. മണവാട്ടിയും തനിക്ക് ചേരുന്ന ഒരു കാന്തനെയാണ് അന്വേഷിക്കുന്നത്. അവ എപ്പോഴും ജയിക്കുന്ന ക്രിസ്തു ഒരിക്കലും തോക്കില്ലല്ലോ. അവിടത്തേക്ക് പരാജയം പറഞ്ഞ സംഗതിയില്ല. എപ്പോഴും ജയിക്കുന്ന ഒരു മണവാളൻ തോക്കുന്ന ഒരു മണവാട്ടിയെ കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ലോജിക്കിന് വാസ്തുവിനെ ചേരുന്നു. അതിന്റെ മിടുക്കൻ ചേർക്കാൻ കണ്ട ക്ലാസ്സിലെല്ലാം തൂക്കുന്ന പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഊഹിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. മിടുക്കൻ ചെറുക്കൻ മിടുക്കി പെണ്ണ് കിട്ടും. അതാണ് സംഘഭൂമിയിലെല്ലാം കാണുന്നത്. അപ്പൊ പിന്നെ ക്രിസ്തു എന്നെ തിരിച്ചു വരും ചെയ്യുമോ? അവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് വാസ്തവത്തിൽ ഭൂമിയിൽ ഉള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ജയിക്കുന്ന ഒരു കൂട്ടം. നമ്മൾ 3ാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് മേലാൽ സംഭവിപ്പാനുള്ള. നമ്മൾ പറഞ്ഞ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ് മേലാൽ സംഭവിപ്പാൻ ഉള്ള കാര്യം. 4 മുതൽ 22 വരെ. നമ്മളതിന് വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അധ്യായങ്ങളെ ഒന്ന് വിഭജിച്ചു പറഞ്ഞാൽ 4-5 അധ്യായം ഒരു യൂണിറ്റാണ്. അത് എന്റെ ഭാഷയ്ക്ക് ഞാൻ പറയുന്നത് ദി ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ഓഫ് ദ ഫ്യൂച്ചർ. വലിയ ഒരു ഉദ്ഘാടനം നടത്തുക മുഴുവൻ ഭാവിക്കും വേണ്ടി.
ആ സമ്മേളനത്തിന്റെ വിശദീകരണമാണ് 4, 5 അധ്യായം. ആ സമ്മേളനം ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സഭ ഇവിടുന്ന് പോയതിനു ശേഷമായിരിക്കും ആ സമ്മേളനം. ഓർമ്മയുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന പ്രയോഗം സഭ എന്നതാണ്. The main emphasis of the first 3 chapters of the book of Revelation is the church. Chapter 1, Jesus standing in the midst of the church. Chapters 2, 3, messages to the churches. അപ്പൊ അത് ഭൂമിയിൽ സഭ എത്രയും കാലമുണ്ടോ അത്രയും കാലത്തേക്കുള്ള ദൂതാണ് അത്. അവിടെ പെർട്ടിക്കുലർലി 7 സഭയുടെ പേര് പറയുന്നു എന്ന് പറഞ്ഞാലും ആ കാലത്തുള്ള സഭ റിയലി ആ കാലത്തുള്ള സഭയായിരുന്നു. But at the same time, the message is applicable for time, church in general, of any time. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്നിപ്പോ ആ സഭയിലെ 7 സഭയുടെ ദൂതെടുത്താൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗങ്ങളെല്ലാം ഒപ്പിച്ചിരിക്കും. അത് മാനമാകാത്ത ഒറ്റ വ്യക്തി ഇതിനകത്തുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ചർച്ച് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ വളരെ സജീവമായിരുന്നെങ്കിലും അവസാനം പറഞ്ഞ ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അവിടെ പറയുന്നത്. പക്ഷെ പിന്നെ സഭ എന്ന വാക്ക് പോലും നമ്മൾ കാണുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ്. 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അതിന്റെ സാദൃശ്യ ഭാഷ പറഞ്ഞിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം ഒന്നുമല്ലോ, അവന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് 11 വാക്യങ്ങൾ അതിലേക്ക് നമ്മൾ പോയില്ല. ലേറ്റർ ഓൺ നമുക്ക് പോവാം. അപ്പൊ അവിടെ വരുമ്പോ ഈ കൂട്ടര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണും. അങ്ങനെങ്കിൽ അവർ നേരത്തെ പോയിരിക്കണം. പോകാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ എത്രയും സമയത്ത് അത് ആബ്സെന്റ് ആയിരിക്കുന്നു. അപ്പൊ അവിടെയാണ് വാസ്തവത്തിൽ അതിന് പറ്റിയ സമയം. അപ്പൊ ഭാവി തുടങ്ങാൻ വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാൻ ആ പുസ്തകം എഴുതിയതിനു ശേഷം വേഗത്തിൽ സംഭവിക്കാനോ ധരിച്ചേക്കാം. പക്ഷേ അതിൽ മിക്ക കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, തുടങ്ങിയിട്ട് പോലില്ല. അപ്പൊ അതിന്റെ അർത്ഥം വേഗത്തിൽ സംഭവിക്കാണോ എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 2 വാക്യങ്ങളിലേക്ക് പോയാൽ മേലാൽ സംഭവിക്കാനുള്ളത് തിങ്സ് ആഫ്റ്റർ ദിസ്. 3-ാം അധ്യായം പറഞ്ഞിട്ട് പറയുകയാണ് ഇവയ്ക്ക് ശേഷം ആഫ്റ്റർ ദീസ് തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവയ്ക്ക് ശേഷം സംഭവിക്കാനുള്ള കാര്യം. അപ്പൊ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാൽ ഉടനെ നടക്കുന്ന ഒന്നാണ് ഭാവിയുടെ ഉദ്ഘാടനം. വെരി ഗ്രാൻഡ് ഓപ്പണിംഗ്. എന്നിട്ട് അടുത്ത 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മഹോപദ്രവകാലത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾ, അതിന്റെ ന്യായവിധികളാണ്. അവിടുത്തെ സംഭവങ്ങളുടെ വിശദീകരണങ്ങളാണ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. 6 to 18 tribulation judgments. Chapter 19 the parousia means the appearance. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ആ പ്രത്യക്ഷതയെ കുറിച്ചാണ് 19-ാം അധ്യായം പറഞ്ഞത്. എങ്ങനെയാണ് അവിടുന്ന് വരുന്നത്? അതിനെ തുടർന്ന് കുറെ കാര്യങ്ങൾ നടക്കും. 19-ാം അധ്യായത്തിൽ തന്നെ യേശു വരുന്നു, അതിനോടനുബന്ധിച്ചുള്ള യുദ്ധം, അതെല്ലാം കൂടിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം, ഇതെല്ലാം ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയാണ്. 20-ാം അധ്യായത്തിൽ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഫൈനൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒന്ന്, ഇത്രയും കാലം ഈ ലോകം പിടിച്ചു വെച്ചിരിക്കുന്ന പിശാചിനെ പിടിച്ച് പൂട്ടും. അയാളല്ലേ നിങ്ങൾക്ക് കുടികിടപ്പുകാരൻ. അയാളെ പുറത്താക്കാൻ വേണ്ടിയാണല്ലോ നടപടികൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്, ദൈവമാണ് ഭരിക്കേണ്ടത്. പക്ഷെ ദൈവം ഭരിക്കാൻ ഇന്ന് ഇടയില്ലാതെ ദൈവം ഇന്ന് വോളണ്ടറി ആയിട്ട് സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ ഭരിക്കുന്നുള്ളൂ. അല്ലാത്ത ആരെയും ദൈവം നിർബന്ധിച്ച് ഭരിക്കുന്നില്ല. ആളുകളുടെ വില്ലിന് വിട്ടിരിക്കുക, വോളണ്ടറി ചൂസിങ്ങിന് വേണ്ടി വിട്ടിരിക്കുക. അപ്പൊ അല്ലാത്തവരെയും ദൈവരാജ്യം ആക്കിയിട്ടില്ല. But it is God's right to rule the whole world and everything in the universe. And Jesus Christ is coming to conquer the whole world, take everything into his power.
And he will make the whole world his kingdom. That's the purpose of his coming. അപ്പൊ ആ ഫൈനൽ സ്റ്റേജ് ഉണ്ടാക്കുന്നതാണ് 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ കൂടെ ഒന്നാം പുനരുത്ഥാനം, സഹസ്രാബ്ദം, യുദ്ധം, വെള്ള സിംഹാസന ന്യായവിധി, ഇതെല്ലാം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും. 21-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആളുകൾ പോയി താമസിക്കാനുള്ള ഫൈനൽ സ്ഥലം ഏതാണ്? The New Jerusalem, the final home of Christ's people. And chapter 22 is the conclusion. Many of the concluding statements are 22-ാം അധ്യായം. 4-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ നമ്മൾ ഒത്തിരി വിശദമായിട്ട് പോകുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ചെയ്യുന്നു. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയാൽ ഏതാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നത്? ഒരാളൊന്ന് സഹായിക്കണം. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കണ്ടു. ഇതുവരെയുള്ള കാര്യം ഭൂമിയിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു സഭയുടെ നടുവിൽ നിൽക്കുന്നു. സഭ ഭൂമിയിലല്ല. 2-3 അധ്യായങ്ങളിൽ ഭൂമിയിലെ സഭ എഫെസോസില്, സ്മുർന്നയില്, പെർഗമോസില് and in the different cities of the earth. പക്ഷെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അടുത്തത്, ഉടനെ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ അപ്പോ അവിടുത്തെ വെന്യൂ ഭൂമിയിൽ നിന്ന് മാറി. ഈ പറയുന്ന സംഭവങ്ങൾ 4-ഉം 5-ഉം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് സ്വർഗ്ഗത്തിലാണ്. ആ അധ്യായത്തിൽ ഭൂമിയുടെ കാര്യങ്ങളെ അല്ല. There is some things in heaven. The venue is in heaven. അവിടെ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ഇന്നത്തെ ഭാഷയ്ക്ക് ഞാൻ പറയാൻ ശ്രമിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ഓഫ് ദ ഫ്യൂച്ചർ. ആ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിക്ക് വലിയ ഉദ്ഘാടന സമ്മേളനം, അതിന്റെ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുക. ആ സ്റ്റേജിൽ കുറെ VIPs ഇരിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഭാഷയ്ക്ക് എന്ന് പറയുക, വലിയ സമ്മേളനം വന്നാൽ സ്റ്റേജും കുറെ VIPs കാണുമല്ലോ. അപ്പൊ ആ VIPsനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടല്ലോ. അതല്ലേ എന്താണ് വെൽക്കം സ്പീച്ച് എന്നൊക്കെ പറയുന്നത്? They are all welcome there. But why is the welcome speech? Actually, the welcome speech is to introduce the VIPs there. അതാണ് വെൽക്കം സ്പീച്ചിന്റെ ഉദ്ദേശം. എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്റ്റേജിൽ കുറെ ആളുകൾ, കുറെ VIPs ഇരിക്കും. അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അതും എല്ലാം വിശദീകരിക്കുന്നില്ല. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, സിംഹാസനത്തിൽ ഒരാൾ, 4-ന്റെ വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, ഭൂമിയിലല്ല. സിംഹാസനത്തിൽ ഒരുത്തൻ, one sitting on the throne. അതാരാണെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കാൻ ആ ഒരുത്തൻ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, വിശദീകരണത്തിൽ പോകുന്നില്ല, ഒത്തിരി വിശദീകരണങ്ങൾ അവിടെയുണ്ട്. അപ്പം VIP നമ്പർ 1, ഒന്നാമത്തെ ആള് അധ്യക്ഷൻ ദൈവം. നമ്പർ 2, 4-ാം വാക്യം. 4-ാം വാക്യം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളവിടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അവിടെ 24 മൂപ്പന്മാർ ഇരിക്കുന്നു. അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അധികം ഞാൻ എടുക്കുന്നില്ല. 24 മൂപ്പന്മാർ. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ മൂപ്പൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം, the biblical use of elders, ഇന്നത്തെ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു. അപ്പോ സഭയുടെ നടത്തിപ്പുകാരായിട്ട് നിയമിക്കപ്പെട്ടവരാണ് അവർ. ഇപ്പൊ ഒരു പാസ്റ്റേഴ്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ പ്രയോഗത്തിന്റെ അർത്ഥം they are elders. അപ്പോസ്തലന്മാർക്ക് പറഞ്ഞിരുന്ന ഒരു പേര് കൂടിയാണ്
വാസ്തവത്തിൽ മൂപ്പൻ. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, മൂപ്പന്മാരായ നിങ്ങളോട് കൂട്ടുമൂപ്പനായ ഞാൻ എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പൊ സെയിം വേർഡ് ഈസ് യൂസ്ഡ് ഫോർ പാസ്റ്റർ, ബിഷപ്പ്, ഓവർസിയർ, അപ്പോസ്റ്റൽ. ഇവർക്കൊക്കെ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് മൂപ്പൻ. തന്നെ അവരുടെ ആ വേഷവും എല്ലാം കൂടെ നോക്കിയാൽ ഏറെക്കുറെ അവരെ ഐഡന്റിഫൈ ചെയ്യാം. കണ്ടില്ലേ, അവർ വെള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ പറയില്ല, ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് അതെല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞു പിടിപ്പിക്കാൻ പാടാണ്. ജയിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന വാക്തത്വത്തിൽ ഒന്നാണ് വെള്ളം. അവർ സിംഹാസനങ്ങളിലാണ് ഇരിക്കുന്നത്. ലവോദിക്ക സഭയോട് ജയിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന വാക്തത്വമാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്നത്. അപ്പൊ അവരുടെ തലയിൽ കിരീടം. അവിടെ കിരീടം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അസൽ ഒറിജിനൽ വാക്ക് വിക്ടേഴ്സ് ക്രൗൺ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. അല്ലാതെ സാധാരണ റോയൽ ക്രൗൺ എന്ന അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ജയിച്ചവരുടെ ആളുകളാണ്. മൂപ്പൻ ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് ഓഫീസ്. ഇപ്പൊ സഭയ്ക്ക് ഒരു കത്തയച്ചാൽ കത്ത് നോർമലി കംസ് ഇൻ ദ നെയിം ഓഫ് ദ പാസ്റ്റർ, ബട്ട് ദ ലെറ്റർ ഈസ് ടു ദ ചർച്ച് എന്ന് പറയുന്ന പോലെ ദിസ് ഈസ് എ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പ്. അത്രയും ഇപ്പൊ ഞാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യം, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. വേഴ്സ് 5 ഇങ്ങനല്ലേ വായിക്കുന്നത്? കണ്ടില്ലേ? അത് നമ്മൾ തന്നെ പ്രത്യേകിച്ച് വിശദീകരിക്കാൻ ആവശ്യമില്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണത്. പിന്നെ പരിശുദ്ധാത്മാവിനെ കാണണമെങ്കിൽ എന്തെങ്കിലും സാദൃശ്യം ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? അങ്ങനെ കാണാൻ പറ്റും. യേശുവിന്റെ മേൽ വന്നപ്പോ പ്രാവ് രൂപത്തിൽ ഇറങ്ങി. പെന്തിക്കോസ്ത് ദിവസം വന്നപ്പോ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഇത് അതിന്റെ മറ്റൊരു കാര്യം. പിന്നെ 7 എന്നതിന് പല പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. എനിവേ, അത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെ അവിടുത്തെ കാണുന്ന മറ്റൊരു VIP ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ജീവികൾ. ഒന്ന് വായിച്ചോ. അറിയാം. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. ഓക്കെ. അവയ്ക്കും മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവരുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Right, അതെ. If you closely analyze the passage, we can understand the meaning, but we don't have much time. See, about 4 ജീവികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതേ തരത്തിൽ 4 ജീവികളെ വേദപുസ്തകത്തിൽ വേറെയാണ്. ഇതേ രൂപത്തിൽ, ഭാവത്തിൽ, വേഷത്തിൽ. എസീക്കിയൽ 1-ാം അധ്യായം, എസീക്കിയൽ 10-ാം അധ്യായം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ വാഹകരായ ജീവികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 10-ാം അധ്യായത്തിന്റെ I believe it's verse 19 or so, അവിടെ ആ ജീവികൾ എന്താണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എസ്കേൽ കണ്ട ദർശനത്തിൽ 10-ന്റെ 20-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴിൽ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. എന്നതന്നെയല്ല, നിങ്ങൾ ആ മറ്റേ ഭാവം നോക്കിക്കോളൂ. ഈ 4 ജീവികൾ ചെയ്യുന്ന കാര്യം എന്താണ്? രാവും പകലും വിശ്രമമില്ലാതെ അവര് ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ ഒരു പാടുന്ന പാട്ട്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓക്കെ, ഇത്
പറഞ്ഞാണ് വേദഭാഗം. സമാനമായി വേറെ വേദഭാഗം ഉണ്ടല്ലോ, യെശയ്യാപ്രവചനം 6-ാം അധ്യായം. അതങ്ങനെ ചെയ്യുന്ന ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഏഞ്ചലിക് ഡിപ്പാർട്ട്മെന്റ്. ആക്ച്വലി ദൂതന്മാരെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് ദൂതന്മാരെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ളിടത്ത് ദൂതന്മാരെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല. വെളിപ്പാട് പുസ്തകം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നോക്കിയാൽ angels have a very significant role in the administration of divine things of the universe. നമുക്ക് നോക്കാം. ഓരോ കാര്യത്തിലും ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. And they are departmentalized. അവർ പല ജോലിയാണ്, എല്ലാവർക്കും ഒരു ജോലിയല്ല. അപ്പൊ സെറാഫുകൾ മറ്റൊരു കൂട്ടരെ കാണാം, ഖെറൂബുകൾ മറ്റൊരു കൂട്ടരെ കാണാം. പിന്നെ ദൂത് പറയാൻ വരുന്ന ഗബ്രിയേലിനെ പോലെ ഒരു വിഭാഗമുണ്ട്. അങ്ങനെ they have different roles and different assignments. പക്ഷെ ഇതെല്ലാം ദൂതന്മാരുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ അതിന്റെയും മേ ബി മേധാവികൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിരിക്കാം. whatever ഞാൻ പറഞ്ഞില്ല, വിശദീകരിക്കാത്തത് കൊണ്ട് I don't want to തർക്കിച്ചാണെന്ന് പറയുന്നില്ല. അപ്പൊ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് ഫംഗ്ഷൻ നടക്കുന്നിരിക്കട്ടെ, ഇപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ നടന്നാൽ the president of the country will be there, and all the important dignitaries will be there. സാധാരണഗതിയിൽ അപ്പോ ഈ മിലിറ്ററിയുടെ ഹെഡ്സും സാധാരണ കാണില്ലേ, പലയാളുകൾ കാണും. പക്ഷെ മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ആളുകൾ എന്ന് പറയുന്നത് അതിന്റെ ഹെഡ്സ് എന്നതുപോലെ ഒരു ചിത്രമുണ്ട്. എനിവേ കുറെ VIPs അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രാൻഡ് സ്റ്റേജ് യോഹന്നാൻ അവിടെ ചെന്ന് നമ്മളെ ആദ്യം കണ്ടത് ഈ സ്റ്റേജിലെ ആളല്ലേ. അപ്പൊ അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞ ഉടൻ അതിന് നടുവിൽ ഒരു ശബ്ദം, ഒരു ചോദ്യം 5-ാം അധ്യായത്തിൽ. അപ്പൊ ആദ്യം ചെന്ന് കണ്ട് ക്ലോസ് ആയിട്ട് നോക്കിയപ്പോ അധ്യക്ഷന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കും. അത് കണ്ടപ്പോഴേ ഇന്നത്തെ ഭാഷയ്ക്കാനൊക്കെ പറയാണ് ആർക്കോ കൊടുക്കാൻ വേണ്ടി, സമ്മാനം കൊടുക്കാൻ വേണ്ടി പൊതിഞ്ഞു കിട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. Verse 2, chapter 5, verse 2. ആ പുസ്തകം അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. Verse 2. പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ. അപ്പൊ ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, ഈ പുസ്തകം വാങ്ങാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും. ആ ചോദ്യം ശ്രദ്ധിച്ചോളാം, യോഗ്യൻ ആര്? അടുത്ത വാക്ക് അതിന് ഉത്തരം പറയാൻ സ്വർഗത്തിലും ആർക്കും കഴിയില്ല, ഭൂമിയിലും ആർക്കും കഴിയില്ല, ഭൂമി കീഴിലും ആർക്കും കഴിയില്ല. That means in the three worlds, whether it be in the heaven or on the earth or in the underworld, there was no one who could say that I am worthy to take the book. ഒരാമതില്ല. ദൈവം അവസരം കൊടുത്തു. Immediately ദൈവം ഉത്തരം പറയാൻ പോയില്ല. Gave opportunity to anybody who could respond. If anybody could say, I can do it, I am worthy, let them come. But nobody came. Nobody spoke. Every mouth was shut. Nobody spoke up. അടുത്തത് ആരെ കാണായി കൊണ്ടടുത്ത് യോഹന്നാൻ പറയാൻ ഞാൻ ഏറ്റവും കഴിഞ്ഞു. That means it took time. അപ്പൊ യോഹന്നാൻ ഏറ്റവും കഴിഞ്ഞപ്പോഴ് പറയുകയാണ് കരയണ്ട. സ്റ്റോപ്പ് ക്രൈം എന്നാണ് അവിടുത്തെ അസൽ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മൂലഭാഷയിൽ. സ്റ്റോപ്പ് ക്രൈം, കരച്ചിൽ നിർത്തും. ഒരാള് അതിനുണ്ട്. അത് പറയുന്നത് സ്വർഗത്തിലാണ്. ഓക്കെ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്താണ്? പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം. ആ വാക്ക് വായിക്കോ. ചോദ്യം എന്തായിരുന്നു? ചോദ്യം യോഗ്യനാരുള്ളൂ എന്നായിരുന്നു ചോദ്യം. ഉത്തരം
ജയം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ഈ വാങ്ങിച്ച ആളിന്റെ പ്രത്യേക യോഗ്യതകൾ കൊണ്ട് അല്ല ഇത് വാങ്ങിക്കുന്നതെന്ന്. ഓഫ്കോഴ്സ് ചെയ്യാമെങ്കിലും അവിടുത്തെ പ്രത്യേക പദം ജയം പ്രാപിച്ചു. ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ there was a conflict, there was a war, and in the war this person has won. As a result of his victory, now he can take this book. ജയം പ്രാപിച്ചു. ആര് ജയം പ്രാപിച്ചിരിക്കുന്നു? Without much explanation, വേഗം പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷനാണ്. ജയം പ്രാപിച്ചിരിക്കുന്ന ആൾ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ വാക്യം നമ്മുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ, അതിപ്പോൾ നമ്മൾ എടുക്കുന്നില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രം ഇസ്രായേലിന്റെ ഭരണഗോത്രമാണ്. 12 ഗോത്രങ്ങളിൽ ഭരണം കൊടുത്തിരുന്നത് യഹൂദയ്ക്കാണ്. Judah was the ruling tribe of the house of Israel. It is one only to them. So, അപ്പൊ ആ റൂളിംഗ് ട്രൈബാണ് യൂദ. യഹൂദയിലെ സിംഹം എന്ന് പറയുമ്പോൾ lion is the king of the animal world. അപ്പൊ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ റൂളിംഗ് ട്രൈബിന്റെ ഏറ്റവും വലിയ രാജാവ് ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ധരിക്കുന്നത്. The king, the most important king of the tribe of Judah, which is the ruling tribe of Israel, has prevailed, has won the battle. അടുത്ത പറഞ്ഞ ദാവീദിന്റെ വേര്. വെളിപ്പാട് 22:16 തെളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്, യേശു എന്ന ഞാൻ നിന്നോട് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവും ആണ്. ദാവീദിന്റെ വേരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റൂട്ട് ഓഫ് ഡേവിഡ്. ജീസസ് is said to be son of David. പക്ഷെ യേശു ഒരിക്കൽ ജനത്തോട് ചോദിച്ചു, പരിശുദ്ധന്മാരോട് ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? ഈ പറയുന്ന മശിഹ ആരുടെ മകൻ? ദാവീദിന്റെ മകൻ. അടുത്ത ചോദ്യം, ദാവീദിന്റെ മകനാണെങ്കിൽ ദാവീദ് എങ്ങനെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു? യേശു പറഞ്ഞു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയാണ്, നിനക്ക് ഇത്ര വയസ്സേ ഉള്ളൂ, നീ പിന്നെ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ യേശുവിനെ പറയാനുള്ളത്, ദാവീദ് ഉണ്ടാക്കിയവനല്ല ഇവൻ, ദാവീദിന്റെയും ഉൽപാദകനാണ്, സകലത്തിന്റെയും കാരണക്കാരനാണ്. He is the root, he is the source of everything. അപ്പൊ വലിയ ആള്, ആ പേര് കേട്ടാൽ എന്തോരം ഭയങ്കരാകാം. ഇസ്രയേലിലെ ജയിക്കുന്ന വലിയ രാജാക്കന്മാർ, ആ ഭരണഗോത്രത്തിന്റെ ഏറ്റവും വലിയ ഭരണകർത്താവ് ജയിച്ചു എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് സമ്മതിക്കാം. യെസ്, ഓഫ് കോഴ്സ്. ഒത്തിരി രാജാക്കന്മാർ ജയിച്ചില്ലേ? ദൈവത്തോടുകൂടെ നിന്ന കാലത്തെല്ലാം അവർ ജയിച്ചു. വലിയ സൈന്യം വന്നിട്ടും അവർ ജയിച്ചു. അതും അതിന്റെ ടോപ്പ് മോസ്റ്റ് ആള് ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈസി ടു ബിലീവ്. പക്ഷേ ആ ആളെ കാണാൻ നോക്കിയപ്പോ കണ്ടതാരെയാണ്? Verse 6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. വലിയ ആളെ കാണാൻ നോക്കിയതാണ്. This is a beautiful, wonderful vision, a glorious vision of the book of Revelation. Of the whole time of history, this is a beautiful revelation. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം, ഈ വാക്ക് പരിചയമാക്കാം. Remember, the first time Jesus was introduced to the public by one who was sent by God just for this purpose. എന്തായാലും ആദ്യം യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത വാക്ക് ഇതാ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൻ. അത് കേട്ടാ മതി. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാൻ. യോഹന്നാൻ യേശുവിനോട് കൂടി, യേശുവിനോട് ജീവിച്ചു.
രാവും പകലും യേശുവിനോട് ജീവിച്ചു. അപ്പനെയും വിട്ടും വെച്ച് പോന്നിട്ട് ഇവിടെ താമസമായിരുന്നു. അതല്ലേ പറഞ്ഞു, അപ്പനെയും പടകനെയും വിട്ടിട്ട് യേശുവിന്റെ കൂടെ കൂടി. For the rest of his years, until Jesus died, he lived with Christ. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ കുഞ്ഞാൾ അറക്കപ്പെടാൻ നേരമായപ്പോ എല്ലാവരും പിടിച്ചു. യേശുവിനെ പിടിച്ചപ്പോ എല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ ഒന്ന് ഓടിയെങ്കിലും ഈ കുഞ്ഞാൾ he didn't want to. He said, no, you're right. I'm going to go with him. ബാക്കി എല്ലാവരും ഓടിപ്പോയി. He went to the court of the high priest. Into the court he went and he saw what was going on. പത്രോസ് പുറകെ വന്ന് കൂടിയെങ്കിലും പത്രോസിന് പ്രശ്നങ്ങൾ പറ്റി. പക്ഷേ യോഹന്നാൻ അവൻ സംഭവിക്കുന്ന മുഴുവൻ കണ്ടോണ്ട് അറിഞ്ഞുകൊണ്ടുള്ളവനാണ്. ഇഷ്ടമുണ്ട് കുരിശിക്കാൻ ഭയപ്പെടും. ബാക്കിയാരില്ല, ചില സ്ത്രീകളും ഇവന് ഫൈനൽ ആക്ട് ഓഫ് സാക്രിഫൈസ് ഓഫ് ദ ലാം ഇവൻ നേരിട്ട് കണ്ടവനാണ്. And he heard every word that he spoke upon the cross. യേശുവിന്റെ വാക്ക് കേട്ടു, ലോകത്തിന്റെ വാക്ക് കേട്ടു. എല്ലാം കഴിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു അവസാനിച്ചു. It's all finished. He is defeated. No more. He will never be seen and nobody will follow him. This is the end of the story. He said he was God. But how come he is God? He is killed. He's the end. He ended. And he's buried. This is it. All what he said was lie. In the public order. ഒരാഴ്ച മുമ്പ് മലത്തിയുടെ മുകളിൽ വെച്ച് this is my beloved son, listen to him എന്ന് പറഞ്ഞ ദൈവം, when he was hanging upon the cross, when everybody was abusing him, do you know that God did not speak a word? No. ദൈവം ഒരു വാക്ക് ഉച്ചത്തിൽ അവിടെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ രംഗം മനസ്സിലാക്കാം. എന്ത് സംഭവിക്കുന്നറിയോ? ക്രൂശിച്ച മഹാപുരോഹിതൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയും, പ്ലീസ് ഐ മേഡ് എ മിസ്റ്റേക്ക്, പ്ലീസ് റിലീസ് ഹിം എന്ന് പറയത്തില്ലായിരുന്നോ? ബാക്കിയുള്ളവർ മുഴുവൻ നടക്കുകയില്ലായിരുന്നോ? അഗതിയെ പോലെ എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചിട്ട് പോലും മിണ്ടാതെ അനങ്ങാതിരുന്ന സ്വർഗം. Didn't speak out. യേശു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, but it was not declared to the public by God, not by the angel. It was spoken to a group of believing people. That's all. Jesus appeared only to a believing community, just a few. For the unbelievers, Jesus never came and appeared. And heaven never declared it publicly. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. Yes, of course, he was proved to be the Son of God, but heaven never declared it publicly. Amen. പക്ഷെ ഒരു ദിവസം വരും, അന്ന് ചങ്ക് പൊട്ടിവനാണ് യോഹന്നാൻ വേണ്ടി. He could sleep for many days. He could sleep. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തല്ലി കീറി അവന്റെ പുറം മുഴുവൻ ഉഴവ് ചാലുകൾ പോലെ കീറിയില്ലേ? ആ കാഴ്ച കണ്ടിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റും? He was broken and he heard the voice from everybody saying that he is defeated. But one day he heard heaven declare from heaven. The voice came from heaven saying, എന്താ പറഞ്ഞിരിക്കുന്നത്? യോഗ്യനാരെന്നല്ല പറഞ്ഞത്, ഇവൻ ജയിച്ചിരിക്കുന്നു. കാണിച്ചത് കുഞ്ഞാടിനെയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. ഇവനെ ലോകത്തിന് മുമ്പ് കാണിച്ചിട്ട് ഒരു ദിവസം heaven will declare in a future day. It has not happened yet, but after the church is being taken up, heaven will declare it publicly that the Lamb is victorious. He's not defeated.
It's not defeated. Amen. നിങ്ങൾ ചിലർ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടുകാർ ആക്ഷേപിച്ചില്ലേ, കളിയാക്കിയില്ലേ, ചില പുറത്താക്കിയില്ലേ? പൂർവിക പെന്തിക്കോസ്തുകാർക്കല്ലേ ഇതിന് ബുദ്ധിമുട്ടില്ലാതിരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ പലതും കേട്ടിറങ്ങി തിരിച്ചപ്പോ, നിങ്ങളെ ആക്ഷേപിച്ചപ്പോ, നിങ്ങൾ കേവലം വിശ്വാസത്താൽ ഇതെല്ലാം പറഞ്ഞിറങ്ങിപ്പോകും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ സകല വീട്ടുകാരും കേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം വിളിച്ചു പറയും, ഇവൻ ഈ കുഞ്ഞാട് ജയിച്ചിരിക്കുന്നു. അന്നാണ് അന്തസ്സം പോകുന്നത്. Amen. So this is the heaven's public declaration of the victory of the slain lamb to the whole world. മുടി ലോകത്തിലെ കേട്ടില്ലേ? യോഗ്യനാരുള്ളൂ എന്ന ചോദ്യം, it was heard in heaven, it was heard on the earth, it was heard in the underworld, in hell, and the same voice, a voice from heaven will be heard in all the worlds that he has won. Amen. ഇന്ന് വിശ്വാസത്താക്കാണ് യേശുവിലൂടെ പോകുന്നത്. നല്ല തങ്കടോ, ആര് കളിയാക്കിയാലും ഒരു പുളിപ്പും തോന്നാൻ പാടില്ല, ഒരു നാണം തോന്നാൻ പാടില്ല. Let them do anything. Let them ridicule the way they want. Let them treat you the way they want. But we know who he is. ഈ ദർശനം കാണിച്ചിട്ട് പറയാണ്, എന്റെ സകല ആളുകൾ ഇത് കാണണം. നല്ലവരെ കാണിച്ചത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് who Christ is ഇത് കാണിച്ചിരിക്കുക. ആമേൻ. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്ന തന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. വേറെ ആർക്കും വാങ്ങാൻ പറ്റില്ല, ഇവന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. Because he is the right person. പുസ്തകം വാങ്ങിയപ്പോഴ് ഒരു ഭയങ്കര ആരാധന. 24 മൂപ്പന്മാര്, 4 ജീവികള്, ഇവരെല്ലാം കൂടെ വീണൊരു പാട്ട് പാടില്ല. എന്താണ്? പുസ്തകം വാങ്ങുവാൻ verse 9 and 10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ. You are worthy. അടുത്ത ചോദ്യം ആണല്ലോ, യോഗ്യൻ ആരുള്ളൂ? ഇപ്പൊ അവര് പാടുകയാണ്, you are worthy. Who is worthy? Not the great king. You slain lamb. You are worthy. Why? നീ അറുക്കപ്പെട്ടു. Yes. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. Right. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അത് പാട്ട് പാടും. നീ അറുക്കപ്പെട്ടു. പാട്ട് യേശുക്രിസ്തുവിൽ നമ്മൾ വാങ്ങിച്ചു. Because of your sacrifice, because of your death, you have bought us. അതിന് മറ്റൊരു വാക്കാണ് redeemed us. വിലയ്ക്ക് വാങ്ങി. നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചു വാങ്ങിക്കുന്ന പഴയ നിയമത്തിന്റെ ഒരു പ്രയോഗമാണത്. redeemed us. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. അടുത്തത്, ഞങ്ങൾ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. You have made us a kingdom of priests. പഴയ നിയമത്തിൽ എല്ലാവരെയും ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ പുരോഹിതന്മാരാക്കണമെന്നായിരുന്നു, ഇസ്രായേലിനെ മുഴുവൻ. Exodus 19 verse 5 verse 6. അങ്ങനെ ദൈവം ഉദ്ദേശിച്ചത് എല്ലാവരും ദൈവത്തിന്റെ പുരോഹിതന്മാരാകണമെന്നാണ് ദൈവം ഒറിജിനലി പ്ലാൻ ചെയ്തത്. പക്ഷെ പാപനിമിത്തം പറ്റാഞ്ഞത് കൊണ്ടാണ് അഹരോനെ മാത്രം എടുത്തത്. അല്ലെങ്കിൽ എല്ലാവരും പുരോഹിതന്മാരാണ്. ആ പഴയ നിയമത്തിൽ കഴിയാതെ പോയതാണ് പുതിയ നിയമത്തിൽ സാധിക്കുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാണ്ടൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. അപ്പൊ ഇന്ന് the priesthood of all believers എന്ന് നമ്മൾ പറയുന്നത് it's nothing new. Actually this was the original plan of God, which could not be accomplished in the Old Testament, but through Christ it is accomplished. രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നോക്കൂ, എന്താണ് പുരോഹിതന്മാരുടെ അസൽ റൈറ്റ്? ദൈവത്തിലേക്ക് ചെല്ലാമെന്നല്ലേ റൈറ്റ്. ബാക്കി ആർക്കും ദൈവത്തിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. Stand far off. The priest can come. അതല്ലേ റിഡംഷന്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ പറ്റാതെ അടിച്ചു പുറത്താക്കിയതല്ലേ?
restored. In spirit, we can feel God, not only in spirit. ശരിക്കും ദൈവത്തിന് വിട്ടുകൊടുത്താൽ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നല്ലേ പറയുന്നത്? ആത്മാവ് മാത്രമാണോ? 1 Corinthians 6:19, your body is the temple of the Holy Spirit. So you can feel God in your body. Feel His presence. Not once in a while. The temple, in the temple He lives. വന്നിട്ട് പോകുന്ന സ്ഥലമല്ല ദേവാലയം. ദൈവം താമസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. So നമ്മളെ sanctified us, made us holy, made us His temple. അങ്ങനെ ആ വീണ്ടെടുപ്പിന്റെ രണ്ടാമത്തെ ആസ്പെക്ട് ഭാഗമാണ്. നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കൂടെ ഇരുത്തി. Now finally they shall reign on earth. അവർ ഭൂമിയിൽ വാഴും. Genesis 1:28, ഉൽപ്പത്തി 1:28 ആവർത്തനമാണ്. നമ്മൾ പല പ്രാവശ്യം അത് പറഞ്ഞതാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് വാഴാൻ വേണ്ടിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഭൂമിയിൽ വാഴും. അപ്പൊ it is a restoration of the authority that man lost by his sin. It is the completion of the redemption. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാവിയിൽ വാഴും എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് it is a completion of the redemption. We are saved, we are being saved, and we shall be saved. ആ പാട്ട് പ്രധാനമായിട്ടും വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമ്മുടെ പാട്ട്. Now what is this book is all about? See, ഈ പുസ്തകത്തിന്റെ ഓരോ മുദ്ര പൊട്ടിച്ചിട്ടാണ് ഈ ഭൂമിയെ വീണ്ടെടുക്കുന്നത്. അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, കുടികിടപ്പുകാരനെ പുറത്താക്കുക എന്നുള്ളതാണ് യേശു ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കുടികിടപ്പുകാരൻ വിശാലം അയാൾ ക്ലെയിം ചെയ്തോളാം. കുടികിടപ്പുകാരൻ വല്ലവരെയും പറമ്പിൽ കയറി താമസിക്കുന്നവർ കാര്യമില്ലേ കുടികിടപ്പുകാരെന്ന് പറഞ്ഞാൽ? സ്വന്തം പറമ്പല്ലാതെ സാൻ കാശ് കൊടുക്കാതെ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് അകത്ത് കയറി പിന്നെ ഇറങ്ങി പോകാത്തവന്റെ പേരാണ് കുടികിടപ്പുകാരൻ. അപ്പൊ അങ്ങനെ കുടികിടക്കുന്ന ആളാണ് പിശാചി. He has no claim whatsoever in this. കേറിയപ്പോ ഒരു ഗുണം ഇതിന് ചെയ്തിട്ടില്ല. കേറിയപ്പോ നമ്മൾ ഓടിച്ചതല്ല. He has not done any good for this earth. He has damaged everything in this. അപ്പൊ അങ്ങനെ പുറത്താക്കാനുള്ള നടപടി താഴോട്ട് പറയുന്നത് ഈ മുദ്ര പൊട്ടിക്കുമ്പോഴാണ്. Each seal will be broken. അപ്പൊ ഓരോ സീൽ പൊട്ടിക്കുമ്പോഴും ഓരോ മുദ്ര പുറത്താക്കണം. അതാണ് സംഭവിക്കുന്നത്. സോ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ഒരു ഉദാഹരണം ഉപയോഗിക്കാം. പഴയ നിയമത്തിന്റെ ഉദാഹരണം ഉപയോഗിക്കാം. നമ്മൾ you buy a property, you buy a house, you make a title deed, right? Don't you? നാട്ടിൽ വസ്തു വാങ്ങിക്കും. പ്രമാണം എഴുതി ഉണ്ടാക്കിയിട്ട് അല്ലേ നമ്മൾ വസ്തു വാങ്ങിക്കുള്ളൂ. അല്ലാതെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ നിനക്ക് പണം തരുന്നു, നീ എനിക്ക് വസ്തു തരുന്നു, നമുക്ക് കയറി താമസിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലൊരു ചെയ്താൽ അത് വിഡിത്തമാണ്. കാരണം നാളെ ഇറങ്ങണ പുറത്തെന്ന് പറഞ്ഞാൽ ഇറങ്ങി പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത്, ലീഡ് ഉണ്ടാക്കുന്നത്. ഭയങ്കര പണച്ചെലവുള്ള ഒരു കാര്യമാണ്. പുല്ല് വരെയുള്ള പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചാൽ എന്തുമാത്രം കാശാണ് നമ്മൾ ഈ പ്രമാണക്കൂലി കൊടുക്കുന്നത്. പക്ഷെ എന്നാലും പ്രമാണക്കൂലി കൊടുത്തങ്ങ് ചെയ്യല്ലേ? വൈ? നാളെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ this is your legal document. This is your evidence that this belongs to you. Amen. It will ഭയങ്കര കച്ചവടം നടത്തി. A big purchase. It was on the cross of Calvary. He bought everything there. അതെ, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. You bought us, not only us. He bought everything. He bought the whole universe. Everything in it, he bought it with his precious blood. അവിടെ അതിന്റെ പ്രമാണം എഴുതി. പ്രമാണം എഴുതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് കോപ്പി ഉണ്ടാക്കും പ്രമാണത്തിന്. ഒരെണ്ണം നമ്മുടെ ഈ തരും, ഒരെണ്ണം ആഫീസിൽ വെച്ച്. അത് രജിസ്ട്രാർ സൈൻ ചെയ്ത് സീൽ ചെയ്യണ്ടേ എന്ന് പറയുന്നത് പോലെ ഈ കച്ചവടം നടത്തിയപ്പോ there was a registration done in heaven, and the registrar was God himself, and the deed was made. It clearly stated that Jesus bought it, and all what he bought,
And what are his authorities? ഇതെല്ലാം ഡീഡിനകത്തുണ്ട്. പക്ഷേ അന്നേരം ഡീഡ് ഏറ്റുവാങ്ങിയില്ല യേശു. The deed was not received at that time. An example is Jeremiah chapter 32 in the book of in Old Testament. Jeremiah 32. ഇരമ്യാവിനോട് വസ്തു വാങ്ങിക്കാൻ ദൈവം പറഞ്ഞു. പക്ഷെ വസ്തു വാങ്ങിച്ചത് ശത്രു സൈന്യം ആക്രമണത്തിന് പുറത്ത് കിടക്കുമ്പോഴാണ്, അതിനെപ്പറ്റി പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വസ്തു വാങ്ങിക്കാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ വസ്തു വാങ്ങിച്ചു. വസ്തു വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ദൈവം നീ എന്നെ കാണിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് കാശും കൊടുത്തു വസ്തു വാങ്ങിച്ചു, വല്ലവനും കയറി ആക്രമിച്ചോണ്ട് പോവാണ്. 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ why God, why did you do it എന്ന് ദൈവത്തോട് ചോദിച്ചു. പക്ഷെ അയാൾ പറയുന്നത് പതിവ് പോലെ പ്രമാണം ഉണ്ടാക്കി 2 കോപ്പി ഉണ്ടാക്കി. ഒരെണ്ണം സീൽ ചെയ്ത് ദീർഘകാലത്തേക്ക് അടച്ചു വെച്ചു, മറ്റൊരെണ്ണം തുറന്നൊരു പ്രമാണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ പല 2 കോപ്പി. ഒന്ന് നമ്മുടെ കോപ്പി, ഒന്ന് ഓഫീസിലെ കോപ്പി. ഇത് കോപ്പി യേശു വാങ്ങിച്ചില്ല. വാങ്ങിക്കാൻ കാരണം ഇതിനെ ഏറ്റെടുക്കാൻ വരുമ്പം വാങ്ങിച്ചാൽ മതി. ഇപ്പൊ വോളണ്ടറി ആയിട്ട് വരുന്നവരെയല്ലേ ഇപ്പൊ ഏറ്റെടുക്കുന്നു. അതിന് ക്ലെയിം ഇല്ല. നമ്മളതല്ല പറയുന്നത് ജീസസ് ഐ ലവ് യു, ഐ നോ യു ആർ മൈ സേവിയർ ആൻഡ് യു ആർ മൈ ലോർഡ്. വോളണ്ടറി നമ്മളാണ് വിചാരം. അപ്പൊ നമ്മളെ ഏറ്റെടുക്കാൻ ഇറ്റ് ഇസ് നോട്ട് നീഡ് എ ഡോക്യുമെന്റ്. ബട്ട് മറ്റൊരു വരുമ്പോ അവൻ പറയുമല്ലോ എന്റെയാണ്, യേശുവിന്റെ പണ്ട് പറഞ്ഞല്ലേ. അവന്റെ ക്ലെയിംസ് ഡിഫീറ്റ് ചെയ്യാൻ ഇതാരെയാണ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്? ഇത് വേറെ വല്ലതും കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഡോക്യുമെന്റ് ഉണ്ടാക്കണം, പണം വേണം, ഭയങ്കര നിയമങ്ങളാണ്. മറ്റത് എത്രയോ പേരുടെ വസ്തു വേറെ വല്ലതും കച്ചവടം ചെയ്തതാണ്. ഇപ്പൊ അത് വരാതിരിക്കാൻ ആ വ്യക്തി തന്നെ പോയി പണമെല്ലാം കൊടുത്ത് തമ്പും വച്ച് വാങ്ങിക്കണം, വിൽക്കാനായ തന്നെ പോണം എന്ന് പറയുന്ന പോലെ അധികാരികൾ വേണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ അധികാരികൾ പുസ്തകം വാങ്ങി അവരുടെ പുസ്തകം കൊടുത്തു. So this speaks about the book of redemption, what Jesus has done. അപ്പൊ അതിന് ഉദ്ദേശിച്ച് ഒന്നുകൂടെ പറയുകയാണ്, ഇതിനകത്ത് കുടിയടപ്പുകാരനെ പുറത്താക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിന്റെ ആവശ്യം. പുറത്താക്കിയിട്ട് മുഴുവൻ ദൈവരാജ്യമാക്കി യേശുവിനെ ഏറ്റെടുക്കണം. അതാണ് ഈ മഹോപദ്രവ കാലത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. Now let's get into the little bit about the tribulation judgments. 6 മുതൽ 18 വരെ അധ്യായങ്ങളിലാണ് ഈ മഹോപദ്രവകാല സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. Basically those are judgments. It's not just events, they are judgments coming from God. ഓർത്തിരിക്കണം, ഇന്നലെ പറഞ്ഞ വാക്യം ഓർക്കണം. This is the wrath of God and the Lamb. They are not ordinary sufferings, they are not persecutions. They are the wrath of God coming upon the unbelieving world who rejected the gospel. Repeatedly it was said to them, but they rejected it. They said no. ആ ലോകത്തിന്റെ മേൽ വരുന്ന പിശാചിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച ആ ലോകത്തിന്റെ മേലും അതിന്റെ സംവിധാനത്തിന്റെ മേലും വരുന്ന ദൈവിക ന്യായവിധിയാണ് ഇവ. They are contained mainly in 3 things. Basically 1 thing. Those are the 7 seals. 7 seals എന്ന് പറഞ്ഞാൽ 7 seals of the book that Jesus took. ആ പുസ്തകത്തിന്റെ മുദ്രയാണ്, വേറെ മുദ്ര നീന്തിക്കരുത്. That book was sealed. ആ 7 മുദ്ര പൊട്ടിക്കും. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോ എന്റെ ഭാഷയ്ക്ക് പറയാണ്, ഓരോ ബറ്റാലിയൻ പോലീസിനെ അങ്ങോട്ട് കൊടുക്കും, ദൈവത്തിന്റെ പോലീസിനെ. അവര് പോയി ഓരോ ദേശം, കുറെ ദേശങ്ങൾ സ്വതന്ത്രം കുടിയടക്കാരെ ഒഴിപ്പിക്കും. അടുത്ത ബറ്റാലിയനെ വിടും, അവര് പോയി കുറെ പേരെ ഒഴിപ്പിക്കും. ഇറ്റ്സ് ഗോഡ്സ് പോലീസ് going to different places and vacating the land. And what is God's police? ദൈവത്തിന് സാധാരണ പോലീസുകാരൊന്നും വേണ്ട. Anything is God's police. Amen. A wind, that could be God's police. An earthquake, God's police. A lightning and thunder, God's police. Anything is God's police. അപ്പൊ അങ്ങനെയുള്ളവരെ വിട്ട് ദേശം റിലീസ് ചെയ്യുന്നതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. 7 മുദ്ര.
ഈ 7 മുദ്ര പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് കിങ്ഡം ദൈവത്തിന്റെ വകയായിരിക്കും. കിങ്ഡംസ് ഓഫ് ദ വേൾഡ്. ഓർക്കണം, നമ്മൾ വായിച്ച വാക്യം 11:15 ഓർക്കുണ്ടോ? 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നത്. Kingdoms of the world have become the kingdom of our God and of His Christ. The whole purpose is to establish kingdom of God on the earth. But അതിനകത്ത് നമ്മളല്ലോ, there are 3 things. 1, the 7 seals. ആ 7 seal അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ there are 7 trumpets. 7 seals explained in chapter 6. And the next is 7 trumpets. 7 കാഹളങ്ങൾ, chapters 8 and 9. അപ്പൊ എന്താണ് ട്രംപറ്റ് എന്ന് വേഗം ഒന്ന് പറയാൻ വേണ്ടി സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, Numbers 10 and verse 9. What are these trumpets? In the Old Testament, the trumpets were used for different purposes. ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള മക്കള സാധാരണ ഒന്നല്ല, അത് നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇല്ലേ, ഇവിടെ ഉണ്ടാവും. ഈ പട്ടത്വ സഭകളിൽ പള്ളിമണി അടിക്കും. എന്തിനാണ് പള്ളിമണി അടിക്കുന്നത്? പള്ളിമണി അടിക്കുന്നത് നിങ്ങളെ പട്ടത്വ സഭകളിൽ നോക്കാറില്ലേ? യോഗത്തിന് ആളെ കൂട്ടാൻ യോഗം തുടങ്ങാൻ പോകുന്നു എന്ന് പറയാനല്ലേ പള്ളിമണി. അത് കൂടാതെ വേറെ മണിയും കൊടുക്കുന്നത് ഒറ്റ ചത്തു എന്ന് പറയാനും മണിയടിക്കും. ഒരേ മണിയാണ് അടിക്കുന്നത്, പക്ഷെ അടിയുടെ വ്യത്യാസം കൊണ്ട് മീനിങ് എന്താണെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കും. എന്ന് പറയുന്ന പോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന കാഹളമാണ്. ഈ മരുഭൂമി യാത്ര ചെയ്യുമ്പോഴേ മേഘം പൊങ്ങുമ്പോഴല്ലേ അനുഭവമാവും. മേഘം പൊങ്ങുമ്പോൾ എല്ലാവരും ഇപ്പൊ മേപ്പോട്ട് നോക്കിയിരിക്കാൻ പറ്റുമോ? മേപ്പോട്ട് നോക്കിയിരിക്കാൻ ആളെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ മേഘം പൊങ്ങുന്ന അതിന് കാഹളം പറഞ്ഞാൽ എല്ലാവരും പുറപ്പെടും. അതുപോലെ ഉത്സവങ്ങൾ, പെരുന്നാളുകളൊക്കെ വരുമ്പോൾ കാഹളം ഉണ്ടാവും. ക്ലാസ് 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, Numbers 10:9. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. യുദ്ധത്തിന് പോകുമ്പോ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. ഇന്നത്തെ യുദ്ധവും പണ്ടത്തെ യുദ്ധവും തമ്മിൽ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പണ്ടത്തെ യുദ്ധം അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധം, വാളും കൊണ്ടുള്ള യുദ്ധം. രാത്രി വാളും കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും? വാളെടുത്ത് വെട്ടി വേറെ ആളിന്റെ മേത്ത് കൊണ്ടില്ലെങ്കിൽ, എവിടെയെങ്കിലും കൊണ്ടില്ലെങ്കിൽ കൈ പോകും. അമ്പും വില്ലും ഉന്നം വെച്ച് ചെയ്യാൻ പറ്റും. ചുമ്മാ എന്നും എഴുതി വിടേണ്ടതല്ല. പകലേ ഒരു യുദ്ധം, രാത്രി യുദ്ധമില്ല. അപ്പൊ പകലത്തെ യുദ്ധത്തിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ദ വാർ എന്ന് പറയാൻ ഒരു ഭാഗമാണ് കാഹളം. You know what this is? This is God's war with the world. God declares war with the world. God's 7 wars. അതാണ് ഈ കാഹളം. God's 7 wars. അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ chapter 16 അവിടെ പറയുന്നത് 7 ക്രോധ കലശങ്ങൾ, divine wrath waters, 7. You know what that is? Romans chapter 2 and verse 5. റോമലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് ആളുകൾ ഒരു ചിന്ത, എവിടെ ദൈവം? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുഴപ്പം കാണിക്കുമ്പോൾ എന്റെ മടയിൽ ഇടിച്ചല്ലേ, ഞാൻ കട്ടെ. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമല്ലേ, ദൈവം ന്യായം പറയുന്ന ദൈവമല്ലേ. God should have punished if God existed. I make all these troubles and all the sins I do, and I do every nonsense, and God doesn't do anything. Therefore people say, where is God? If there was God, there would have been judgment. Romans 2:4 and 5 അവിടെ പറയുന്നത് നിന്റെ അനുതാപമില്ലാത്ത ഹൃദയത്താൽ, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും. God had given you opportunity to repent. ഇഷ്ടംപോലെ സമയം തന്നു. പിന്നെ 3 പറഞ്ഞു. നമ്മളോട് തന്നെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ശരിക്കും ജീവിക്കാത്ത വിശ്വാസികൾ എത്ര പ്രാവശ്യം ദൂത് പറഞ്ഞിട്ടുണ്ട്? വചനത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദർശനത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അനുസരിക്കാത്ത കുറെ പേര്.
എന്താണ് സംഭവിക്കുന്നത്? ഇവർ ലോകത്തോട് പറയുകയാണ്, അനുസരിക്കാത്ത നിങ്ങൾക്ക് തന്നെ കോപം ചലതിച്ചു വെക്കുന്നു. യു ആർ സ്റ്റോറിംഗ് അപ്പ് God's wrath upon you. That means God is angry every time you sin. Every time you sin, God is angry. He's really angry. He doesn't punish everybody every time they sin, but God is angry. എന്താ ദൈവം ചെയ്യുന്നറിയോ? കോപമെല്ലാം കൂടെ നാളെ ഇവിടുത്തെ ഭാഷയ്ക്ക്, ഉദാഹരണ ഭാഷയ്ക്ക് എന്ന് പറയാണ്, മൊത്തം കുളത്തിനകത്ത് ഒഴിച്ചു വെക്കുക. ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴുള്ള കോപം ആ കുളത്തിനകത്ത് ഒഴിക്കും, മൊത്തം കുളമാണ്. ഒരെണ്ണം നിറയുമ്പോൾ സീൽ ചെയ്തെടുത്ത് മാറ്റി വെക്കും. അങ്ങനെ ലോകത്തിന്റെ മേലെല്ലാം കൂടെയുള്ള കോപം എല്ലാം കൂടെ 7 കുളത്തിനകത്തോട്ട് ഒഴിച്ച് സീൽ ചെയ്ത് അന്നത്തെ ദിവസം വെച്ചിട്ട് 7 ദൂതന്മാരിലേക്ക് എടുത്തിട്ട് വരെയും കൊണ്ട് ഒഴിച്ചേക്കാൻ പറയും. എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ട് ഒഴിച്ചേക്കാൻ പറയും. അല്ല പറഞ്ഞത്, നിനക്ക് തന്നെ കോപം ചലനിച്ചു. It's stored. It's kept there. Never think that God will not judge. God does not judge every time people sin, but there definitely will be a judgment. Every sin will be judged. Amen. അവിടെ മുഴുവൻ കോപം കൂടെ ലോകത്തിന്റെ മേൽ കൊണ്ട് ഒഴിക്കുന്നതാണ് ഈ പറയുന്ന 7 ക്രോധ കലശങ്ങൾ. ഇത് വിശദമായി പോകേണ്ടതാണ്, എങ്കിലും നമുക്കെല്ലാം വിശദമായി നോക്കാൻ നേരമില്ല. വേഗം ചില കീ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ആദ്യത്തെ കാര്യം 7 മുദ്രകളാണ്. മുദ്രകൾ എന്നോട് പറയുന്നത് ഈ പുസ്തകത്തിന്റെ മുദ്രയാണ്. ആ പുസ്തകത്തിന്റെ മുദ്ര 6-ാം അധ്യായത്തിലാണ് പൊട്ടിച്ചു കൊടുക്കുന്നത്. 1-2 കാര്യമേ നോക്കിയേക്കാം. എന്താണ് പറയുന്നത്? കുഞ്ഞാട് ഈ 4 ജീവികൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ജീവികളാണ്. ആ സെറ്റപ്പാണ് ഇപ്പോഴുള്ള ആ സ്റ്റേജ് അവിടെ ഉണ്ട്. അവിടുന്നാണ് ഒരു ജീവി വരിക എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു വില്ലുണ്ട്. വില്ല് എന്ന് പറയുന്നത് പഴയ യുദ്ധോപകരണം, അമ്പും വില്ലിലെ the bow and the arrow, the old time what? വേദവസ്തു വേണ്ടി അന്നത്തെ ഭാഷയ്ക്കാണ്, ഇന്നത്തെ ഭാഷയ്ക്കല്ല വേദവസ്തു വേണ്ടി. അപ്പൊ ഇതിന്റെ ഭാഷ പഴയ ഭാഷയാണ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയ്ക്ക് ഇത് പറയുക എന്നുള്ളതാണ് എന്റെ ജോലി. സോ അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. പിന്നെ അപ്പൊ വില്ലുണ്ട്. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവന്റെ കിരീടവും കിട്ടി. ആ കിരീടവും the victor's crown, not the royal crown, the victor's crown. അപ്പൊ ആളെ കണ്ടാൽ വെള്ളക്കുതിര സാധാരണ ജയത്തിന്റെ അടയാളമാണ്. പക്ഷെ എങ്ങനെയുള്ള ജയമാണ്? യുദ്ധം ചെയ്തുള്ള ജയമാണ്, വില്ലുകൊണ്ട് ഉപയോഗിച്ചുള്ള ജയമാണ്. അവൻ ജയിക്കാനായി വരുന്നു, ജയിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ചിത്രം. So it's again speaks of the war. It's not peace, it's a war. വാസ്തവത്തിൽ എന്താണ് ദൈവത്തിന്റെ ജനങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടൻ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന കുറെ പാഠങ്ങളുടെ ഭാഗം കൂടിയാണ് ഞാൻ പറയുന്നത്. There should be a world ruler that should come up. ഒരു ലോക ഭരണാധികാരി ഇല്ല. ഇന്നത്തെ ഈ ഡിഫറെന്റ് കൺട്രീസ് എന്ന സ്ഥിതി മാറ്റിയിട്ട് there will be one government for several reasons. For stability it is needed. തന്നെയല്ല, ആ കാലത്ത് വരുമ്പോ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ഒന്നായിരിക്കണം. ഇതിനെ നമ്മളിവിടെ വന്നത് ഇന്ത്യ ഇത്രയും റിച്ച് ജീവിത സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതിങ്ങോട്ട് വരത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സാലറിയും ഇന്ത്യയുടെ ശമ്പളവും തമ്മിൽ വ്യത്യാസം. ഇവിടെ നല്ലപോലെ തിന്ന് തടിച്ചു കൊടുത്തിട്ട് മുട്ടൻ മനുഷ്യരുണ്ട്. സോമാലിയയിലേക്ക് എന്നാൽ എല്ലും തെളിവായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇവിടെ ഒരാൾ തിന്ന് കളയുന്നു. സോമാലിയക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ കുറച്ച് മാംസം വരുന്ന ചെയ്തു, പക്ഷെ കൊടുക്കില്ല. എന്തുകൊണ്ട് കൊടുക്കില്ല?
another country. And the American government is not obliged to give them. And the Indian government is not obliged. We don't give. Because it's another country. നമ്മുടെ രാജ്യത്തും ലോകത്തിലെവിടെയും ഭയങ്കര കുറ്റവാളികളുണ്ട്. മിടുക്കൻ കുറ്റവാളി കുറ്റം ചെയ്ത് പറ്റാൻ അവസരമുണ്ട്. He will go to another country. They are not hiding there. വലിയ കുറ്റവാളി കൊട്ടാരം പണിഞ്ഞ് വേറെ രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യം വിട്ടുപോയതുകൊണ്ട് ഇവിടുത്തെ പോലീസിന് പോയി പിടിക്കാൻ പറ്റില്ല. ദിവസവും ഫ്ലൈറ്റ് പോകുന്നുണ്ട്, പക്ഷെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഗുണം വന്നാലും ദോഷം വന്നാലും രാജ്യം പലതാണെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പലതരത്തിലാണ്. So God wants to consider everybody and treat everybody equal in the whole world when this time happens. So one government. And നമ്മൾ സാധാരണ പറയുന്ന പേരാണ് അന്തിക്രിസ്തു. അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല. It is anti-Christ, which means against Christ. That's what it means. His name could be anything. But he is against Christ. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ വേൾഡിന്റെ സ്ഥിതി നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞത് ഈ വചനം നമ്മൾ പഠിച്ചു നോക്കിയാലേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പോലെ ചില ആളുകൾ പറയും, ഹേ എന്താന്ന് പണ്ട് തൊട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതുപോലെ തന്നെ എല്ലാം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും വെരി ഓണസ്റ്റ്. പണ്ടത്തെ പോലെ ആണെന്നുണ്ടോ ഇരിക്കുന്നത്? ഇറ്റ്സ് വെരി ഡിഫറെന്റ്, വെരി ഡിഫറെന്റ്. നമ്മൾ ഈ പഴയ ദിവസം ഉറങ്ങി തൂങ്ങി എന്നെല്ലാം ജീവിക്കുന്നു ശരിയാണ്. നമുക്ക് യേശു എന്ന് പറഞ്ഞാലും മനക്കം ഉണ്ടാവില്ല, നമുക്ക് ഇതൊന്നും കുരുക്കം ഉണ്ടാവില്ല, നമ്മളൊക്കെ കാലം കേൾക്കാം. That's okay. പക്ഷേ consider these things. Number one, world government എന്ന് പറയുമ്പോഴേ ഇന്നത്തെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു. ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരുത്തൻ അമ്പും വില്ലും കൊണ്ട് വരുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, യുദ്ധത്തിന് വരുന്ന കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. What is the condition of the world today? ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് ടെററിസം അല്ലേ? അല്ലേ? എടാ നിങ്ങൾക്ക് ഇവിടെ വന്ന കാലത്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകാൻ തന്നെ പണം വരും. ഞാൻ 30 വർഷം മുമ്പ് ഓടി വരികയാണ്, ഓടിച്ചത് ഫ്ലൈറ്റൊക്കെ വരും. അന്നത്തെ പീപ്പിൾ എക്സ്പ്രസിലാണെങ്കിൽ ടിക്കറ്റ് ഇറങ്ങി പോകുമ്പോൾ കാശ് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചല്ല. ഇന്നോ എത്ര നേരത്തെ പോണം സെക്യൂരിറ്റി ചെക്കിന്? ചില ദിവസം കാണുമ്പോൾ ലോങ് ലൈൻ കണ്ടുമ്പോൾ ആളുകൾ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത്. Anywhere in the world, where is peace in the world? Where is a feeling of security in the world? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴേ ലണ്ടനിൽ നിന്ന് 3 പെൺപിള്ളേരെ പോയിരിക്കുന്നു. എന്തിന്? ടെററിസത്തിന്. ഈ രാജ്യത്തുനിന്ന് എത്ര പേര് പോയിരിക്കുന്നു? ഒരു സമയത്ത് ഞാൻ നെറ്റിൽ കയറി നോക്കിയപ്പോ കുവൈറ്റിലെ ഒരു പ്രൊഫസർ, ഒരു കോളേജ് പ്രൊഫസർ gives a lecture. You know what he lectured? He said, why should anybody come from outside of the United States to do a damage to the United States? There is no need. Nobody needs to come from outside. A bold person capable of carrying 5 kilos of anthrax, he will destroy the country. Let somebody come up. A speech in Kuwait. American government പോയി സഹായിച്ച രാജ്യമല്ലേ? അവരെ ഗതികേട് അമേരിക്കൻ ഗവൺമെന്റിലെ സഹായത്തിന് എത്തിയത്. But the mentality in the country is this. What is the ISIS? Islamic State for? Come on, Turkey? No, not Turkey. Iraq and Syria. Iraq, yeah. Islamic State for Iraq and Syria. അവിടെയല്ലേ ഇതിന്റെ മുഴുവൻ ഉത്ഭവം. നിങ്ങൾ വായിച്ചു. Would you turn to slide number 1? Slide 1. Oh,
all the way up. Also known as the Islamic State of Iraq and Syria, or the Islamic State of Iraq and Asham, as of March 2015, it has control over territory occupied by 10 million people in Iraq and Syria, as well as limited territorial control in Libya and Nigeria. The group also operates or has affiliates in other parts of the world, including South Asia. Would you go to the next? Finally, the legality of all emirates, groups, states, and organizations becomes null by the expansion of the caliphate. That means this country, authority and arrival of its troops to their areas. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു രാജ്യത്തിന്റെയും എമിറേറ്റ്സിനാകട്ടെ, ഗ്രൂപ്പ്സിനാകട്ടെ, സ്റ്റേറ്റ്സിനാകട്ടെ, ഓർഗനൈസേഷൻസിനാകട്ടെ അധികാരമില്ല. ഇതല്ലേ ലോകത്തിന്റെ നീക്കം? ചെറിയ തുടക്കം വിചാരിച്ചേക്കാം. പക്ഷേ ആളുകളെ ശേഖരിച്ച് കൊണ്ടുപോയി ഈ രാജ്യങ്ങളിൽ അവരെ ഭീകരപ്രവർത്തനം, എത്ര ചെറുപ്പക്കാരെയാണ് കൊണ്ടുപോകുന്നത്? ടീനേജേഴ്സിനെ അല്ലേ കൊണ്ടുപോകുന്നത്? ഇത് പെൺകുട്ടികളെ കൊണ്ടുപോയത്. ഈ വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ ഇവരെ കൊണ്ട് ഫില്ല് ചെയ്യല്ലേ? ഇവിടെ നാളെ കൊണ്ടുപോയി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് കണ്ണടച്ചിരിക്കണോ? അതോ would you try to realize what is going on in the world, everywhere in the world? Moreover, ഇന്ന് ലോകം ഒരു ചെറിയ ലോകമായി. ലോകം വലുതല്ല. നിങ്ങൾ ഇന്ത്യയിൽ പോയാൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വീട് കാണാം, വീട്ടിൽ നടക്കുന്ന മുഴുവൻ അറിയാം. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യാം. അങ്ങനത്തെ ലോകം ചെറുതായില്ലേ? ലോകത്തിൽ എന്തും എങ്ങും പോകാതെ സാധിക്കാവുന്ന ഒരു കാലമായില്ലേ? ബിക്കോസ് ഓഫ് ദ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ദ വേൾഡ്. എവറിത്തിങ് ഈസ് റെഡി ദേർ. നിങ്ങൾ പലരും സാധനം വാങ്ങിക്കാമെന്ന് കടയിൽ പോകണ്ടല്ലോ. യു ഡു ഇറ്റ് ത്രൂ യുവർ മാപ്പ്. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണമായിരുന്നെങ്കിൽ എന്തെന്നെല്ലാം പാടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുറിക്കകത്തിരുന്നുകൊണ്ട് യു പർച്ചേസ് ദ ടിക്കറ്റ്. യു ഡു എവറിത്തിങ് ത്രൂ ദ ഇന്റർനെറ്റ് അല്ലേ? ലോകത്തിലെ വിവരങ്ങളെല്ലാം എല്ലാ രാജ്യവും ഇതിനകത്ത് സ്റ്റോർ ചെയ്യല്ലേ? അവിടുത്തെ സകല വിവരങ്ങൾ ഓരോ രാജ്യവും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? എവറിത്തിങ് ഇൻ ദ നെറ്റ്. അതിന്റെ അർത്ഥം ഇതെല്ലാം ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ ഒരുത്തന് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ സംവിധാനമായില്ലേ? അതിനെത്ര നേരം വേണം? ആകെ വേണ്ടത് ഇത് ചെയ്യാൻ തന്റെ ഒരുത്തൻ എഴുന്നേറ്റ് വരണം. The systems are ready. All it needs is a ruler, a person who can command and say, come together, this is going to be one country, one world. അതിനാണ് അവർ പറയുന്നത്. What are the Islamist people saying? By 2020 they declare that the whole world will become a കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് പറയുന്നത്. അതിനല്ലേ ലവ് ജിഹാദ് തുടങ്ങിയിരിക്കുന്നത്. ലവ് ജിഹാദ്. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അസംബ്ലിയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ ഒന്ന് കൊടുത്തേക്കോ. നമ്പർ 3. According to Chief Minister, the total number of 7,713 persons were converted to Islam during 2006-2012, as against 2,803 conversions to Hinduism. Interestingly, he said no statistics are available as to the number converted to Christianity during the period. Among those converted to Islam during 2009-12, as many as 2,667 were young women. Young women converted to Islam mainly by love jihad. അവളെ പോയി പ്രേമിക്കുന്നു, അവളെ കെട്ടുന്നു, അവൾ വശീകരിക്കപ്പെടുന്നു, അതിന്റെ പാസ്റ്റർമാർ നമ്മളെ വിളിക്കുന്നു. എന്നിട്ട് pastors' children are lured by the Islam youth
married these Islam boys and they have become Muslims. പിന്നത്തെ കാര്യം പറയണോ? Well, what is going on in the world? Plus, കർത്താവിന്റെ വചനം പറയുന്ന പോലെ അന്നൊരു മുദ്ര ഉണ്ടാവുമെന്ന് പറയുന്നതല്ലോ. വലകൈമേലോ നെറ്റിമേലോ മുദ്രയിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. What is the very chip? The RFID, the radio frequency identification. It identifies almost everything. A very small chip which could be operated and put under your skin. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ എല്ലാം സംഗതി ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിന് പാസീവ് ചിപ്പ് ഉണ്ട്, ആക്റ്റീവ് ചിപ്പ് ഉണ്ട്. Passive chip can identify people, objects, library books, and the passport in there. That is the chip. Gives all the travel details by just scanning. This is a chip. It has a computer chip in it. അതിന്റെ അർത്ഥം ഈ പുസ്തകം പറയുന്ന സകല കാര്യങ്ങളും ലോകത്തിൽ ഓൾമോസ്റ്റ് റെഡി. I don't know when Jesus comes. അത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ആരെ ഏൽപ്പിച്ചിട്ടില്ല. But one thing, he is ready to come. One thing sure, the coming world empire is right there. Out there. വെളിപ്പാട് പുസ്തകം പറയുന്ന വിശദീകരണങ്ങൾക്ക് മുഴുവനും വഴിയുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് നമുക്കിനി ഉറങ്ങണോ അതോ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തി പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. He's ready to come. Why we study prophecy? എന്നാൽ അല്ലാത്ത പ്രസംഗം കേട്ട് പോയാൽ God is good. Yes, God is good. But you need to know the time. To know the time, you should learn the prophecy of the book. Let every one of your children learn not only just some verses, but the prophecy of the book, whereby your children will know that this is true. This is his part. This is eternal. And this is happening in our world today. The urgent message to the whole world is, behold, he comes with clouds. ദുനിയാ നാളിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കും. സാറേ നമ്മൾ ഉറക്കം നിർത്തണേ. ഉണക്കൻ ആത്മീയ ജീവിതം ഒന്ന് നിർത്തണേ. യേശു വരുന്നെന്ന് കേട്ടാൽ പോലും വികാരം ഉണ്ടാവാത്ത നമ്മുടെ ഈ തഴമ്പിച്ച ജീവിതം ഒന്ന് മാറ്റിയിട്ട് ആവേശത്തോടുകൂടെ, അങ്ങനെയല്ലേ വചനം പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സേവിക്കാൻ പറഞ്ഞിട്ട് ഒന്നും നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് കൊടുക്കാതെ എല്ലാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകം, the Pentecostal world today must get ready for the coming of the Lord Jesus Christ. It's time. The world history tells you, the events of the world tells you, it's time. Let us awake. Prepare ourselves. അതല്ലേ കുഞ്ഞാടിന്റെ കല്യാണം മുതൽ അവരുടെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുക്കം തയ്ക്കാണത് വേഗം തയ്ക്കാം. എപ്പോ വരുന്ന ആൾക്കറിയാം. Let's be ready always. Would you bow your head?